അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ജഗന്നിയന്താവായ റബ്ബുൽ ആലമീനെ എത്ര സ്തുതിച്ചാലും മതിയാവില്ലല്ലേ. അൽഹംദുലില്ലാ അൽഫ മറ. നമ്മുടെ സബാഹുൽ ഖൈർ ഒരു കൊല്ലം തികഞ്ഞിരിക്കുകയാണ്. ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞാൽ സബാഹുൽ ഖൈർ 365-ാമത്തെ എപ്പിസോഡ് നടക്കുന്നത് ഒരു വെള്ളിയാഴ്ച ദിവസം കൂടെയാണ്. ഇരട്ടി മധുരാൻ. അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. അല്ലാഹു റബ്ബുൽ ആലമീൻ ഇത്തരം മഹത്തരമായ ദിവസങ്ങളുടെ രാജാവിനെ തന്നെ അതിന് തിരഞ്ഞെടുത്ത് തന്ന നാഥനായ റബ്ബിനെ എത്ര സ്തുതിച്ചാലും മതിയാവോ? ഇല്ലല്ലോ. അൽഹംദുലില്ലാ വീണ്ടും 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 പറയാൻ തോന്നുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്ന് നിങ്ങൾക്ക് 2 സമ്മാനങ്ങൾ നിങ്ങളിലേക്ക് ഇന്ന് വെക്കുന്നുണ്ട്. ഒന്ന് ഒരു പദ്ധതിയാണ്. 1 ലക്ഷം നിങ്ങൾ അടക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് 10 ലക്ഷം തിരിച്ച് കിട്ടുന്ന ഒരു പദ്ധതി. 1 ലക്ഷം അടച്ചാൽ എത്ര തിരിച്ചു കിട്ടും? 10 ലക്ഷം തിരിച്ചു കിട്ടും. അതാണ് ഒരു പദ്ധതി. മറ്റൊരു പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂട്ടത്തിലെ പാവപ്പെട്ട ഒരു കുടുംബത്തിന് നമുക്കൊരു വീട്, ഇൻഷാ അല്ലാഹ് വീടില്ലാത്തൊരു കുടുംബത്തിന് വീട് നമുക്ക് ഈ ഹിജ്റ വർഷത്തിൻ്റെ അവസാനത്തിനുള്ളിൽ നമുക്ക് നിർമ്മിച്ചു കൊടുക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അതുപോലെ മറ്റു പല അത്ഭുതകമായ കാര്യങ്ങളും നമുക്ക് പറയാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ അന്വർത്ഥമാക്കാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. മനസ്സിൽ വലിയ സന്തോഷമാണ്. ഈ സുബ്ഹ് നിസ്കാരം കഴിഞ്ഞ് വെള്ളിയാഴ്ച ദിവസം നമ്മൾ ഇരിക്കുന്ന ഇരുത്തണ്ടല്ലോ, അൽഹംദുലില്ലാ, അതെത്രമേൽ മഹത്തരമാണ്. അള്ളാഹു റബ്ബുൽ ആലമീൻ സ്വീകരിക്കട്ടെ. 11,000 രൂപ സമ്മാനമായി ലഭിക്കുന്ന ചോദ്യം വീഡിയോയിലുണ്ട്. മുഴുവനായി കാണുക, ഉത്തരം കമൻറ്റ് ചെയ്യുക, നാമുമായി ബന്ധപ്പെട്ട എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അള്ളാഹു റബ്ബുൽ ആലമീൻ അവൻ്റെ യഥാർത്ഥ മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ? ഒരു കൊല്ലമായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ പ്രഭാതത്തിലൊരു പുഞ്ചിരി ഇല്ലേ? മനസ്സ് നിറഞ്ഞ് എല്ലാ ഹൈറും ഷെറും എൻ്റെ നാഥനിൽ നിന്നാണ്. എനിക്കെന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എനിക്ക് സന്തോഷം എവിടെയാണെങ്കിലും എല്ലാം തരുന്നത് എൻ്റെ റബ്ബാണ്. ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് നല്ലൊരു അഫർമേഷൻ എന്നോണം അൽഹംദുലില്ലാ പറയാൻ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിലേക്ക് സന്തോഷം തിരിച്ചെത്തിയിട്ടുണ്ട്. മക്കളില്ലാത്തവർക്ക് സന്താനങ്ങളെ ലഭിച്ചിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ വസ്തു ലഭിച്ചിട്ടുണ്ട്. ഭർത്താവിൽ നിന്ന് സ്നേഹം ലഭിച്ചിട്ടുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ തീർന്നിട്ടുണ്ട്. മക്കൾ സ്വാലിഹീങ്ങളായിട്ടുണ്ട്. അല്ലാഹ് അങ്ങനെ തുടങ്ങിയിട്ട് എണ്ണിത്തീർക്കാൻ പറ്റാത്തത്ര അത്ഭുതങ്ങൾ പല ആളുകളും കമൻറ്റുകളിലൂടെ അതുപോലെ മെസ്സേജുകളിലൂടെയൊക്കെ പറഞ്ഞറിയിക്കാറുണ്ട്. അൽഹംദുലില്ലാ. ഈ ഒരു പ്രഭാതത്തിലും 1 വർഷം തികയുമ്പോഴും അൽഹംദുലില്ലാ നാദരൊന്നും മനസ്സറിഞ്ഞ് സ്തുതി പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ ഹംദിൻ്റെ ബർക്കത്ത് കൊണ്ട് ഇനി വരുന്ന ഒരു പുരുഷായുസ് മുഴുവനും സമാധാനവും സന്തോഷവും ജഗന്നിയന്താവായ റബ്ബുൽ ആലമീൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങൾ ഹാപ്പിയല്ലേ? സബാഹുൽ ഖൈറിൻ്റെ 1-ാം വാർഷികത്തിൽ ഹാപ്പിയല്ലേ? എല്ലാവരും ചോദിച്ചു, ഉസ്താദേ 1-ാം വാർഷികമായിട്ട് നമുക്ക് ഫുഡൊന്നുമില്ലേ? പിന്നില്ലേ, ഫുഡില്ലാത്ത പരിപാടി ഉണ്ടോ? ഫുഡിനെന്ത് ചെയ്യണം? സബാഹുൽ ഖൈറിൽ എല്ലാവരും പങ്കെടുക്കണം. എന്നിട്ട് കിച്ചണിൽ കയറണം. എന്നിട്ട് നല്ല ഫുഡ് ഉണ്ടാക്കിയിട്ട് വീട്ടിലൊക്കെ കൊടുക്കണം. ഇന്ന് സബാഹുൽ ഖൈറിൻ്റെ വാർഷികമാണ്. ഭർത്താക്കന്മാരുടെ മുമ്പിൽ സ്പെഷ്യൽ ഫുഡ്. എന്താണ് ഇന്ന് സ്പെഷ്യൽ? നമ്മുടെ സബാഹുൽ ഖൈറിൻ്റെ വാർഷികമല്ലേ? നമ്മുടെ കുടുംബം നടത്തുന്ന പരിപാടിയല്ലേ? ഇത് ഉസ്താദിൻ്റെ പരിപാടിയല്ലല്ലോ. നമ്മുടെ പ്രോഗ്രാം, നമ്മുടെ കുടുംബമല്ലേ സബാഹുൽ ഖൈർ കുടുംബം. ഈ കുടുംബം സ്വർഗീയ ലോകത്ത് കുടുംബസമേതം ഒരുമിക്കുന്ന നിലയിലേക്ക് ഹബീബായ തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു മാറ്റി തീർക്കുമാറാകട്ടെ. ഞാനിന്ന് നിങ്ങളിലേക്കൊരു സമ്മാന പദ്ധതി വെക്കുകയാണ്. എന്താ സമ്മാനം എന്നറിയോ? 1 ലക്ഷം ഉണ്ടോ നിങ്ങളുടെ കയ്യിൽ? 1 ലക്ഷം ഒറ്റയടിക്ക് വേണ്ട, പതിയെ 1 ലക്ഷം അടക്കുകയാണെങ്കിൽ, ഒരു കുറി പോലെ നിങ്ങൾ അടക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു തരുന്നത് 10 ലക്ഷത്തിൽ കുറയാത്ത സംഖ്യയായിരിക്കും. 10 ലക്ഷത്തിൽ കുറയാത്തത് നിങ്ങൾക്ക് തിരിച്ചു തരും. മൊയ്ലിയാർ നിങ്ങളെ കൊണ്ടുപോണത് വല്ല തട്ടിപ്പിനുള്ള പരിപാടിയാണോ? ആണോ? സബാഹുൽ ഖൈർ എന്നും പറഞ്ഞ് 1 കൊല്ലം ഇരുന്നിട്ട് ഇന്ന് വരെ ഇല്ലാത്തൊരു പുതിയ പരിപാടി. 1 ലക്ഷം കൊടുത്താൽ അത് എങ്ങനെയാണ് 10 ലക്ഷം ആക്കി തരണേ? ഇതുപോലെ പണമിരട്ടിപ്പ് പരിപാടിയാണോ? മൊയ്ലിയാർ തട്ടിപ്പിനിരിക്കുകയാണോ എന്നുള്ള സംശയമൊക്കെ വരുന്നുണ്ടെങ്കിൽ അല്ലല്ലല്ല, മൊയ്ലിയാർ പറ്റിക്കാനിരിക്കണമെന്നല്ല, ഒരിക്കലും പറ്റിക്കാത്ത, കോടാനുകൂടി എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര സ്വത്തുള്ള ഒരു മുതലാളിയാണ് നിങ്ങൾക്ക് ഈ ഓഫർ തരുന്നത്. ഞാനല്ല. അത്ര വലിയ മുതലാളി വേറെ ആരുമില്ലല്ലോ. അങ്ങനെ ഒരു മുതലാളിയാണ് നിങ്ങൾക്ക് ഈ ഓഫർ തരുന്നത്. 1 ലക്ഷം കൊടുത്താൽ നിങ്ങൾക്ക് 10 ലക്ഷം തിരിച്ചു തരും. ചേരാൻ റെഡിയാണോ? ഒറ്റ ദിവസം കൊണ്ട് വേണ്ട, എത്ര ദിവസം കൊണ്ടാണോ നിങ്ങളെ കൊണ്ട് അടക്കാൻ പറ്റുന്നത് അത്ര ദിവസം കൊണ്ട് അടച്ചാൽ മതി. ആ മുതലാളി ആരാണ്? അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് അറിയണമല്ലോ ഉസ്താദേ. നമ്മുടെ അംബാനി, അദാനി, യൂസുഫ് അലി ആരെങ്കിലാണ്? ഒക്കെ ചെറിയ ചെറിയ മുതലാളിമാരല്ലേ, ചെറിയ കൊച്ചു മുതലാളിമാർ.
ഇത് ഏറ്റവും വലിയ മുതലാളിയാണ്. ആ മുതലാളിയാണ് പറയണത് 1 ലക്ഷം കൊടുത്താൽ 10 ലക്ഷം തരാം. ആരാണ് മുതലാളി? അത് ജഗന്നിയന്താവായ റബ്ബുല്ലാലമീനാണ്. റബ്ബുല്ലാലമീനാണ്. ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു സൂറത്ത് പരിചയപ്പെടുത്തി തരട്ടെ. ഈ സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ഇഖ്ലാസ് എന്നാണ്. നിഷ്കളങ്കതയോടുകൂടെ ഓതേണ്ട സൂറത്ത് തൗഹീദ്, ഖുൽ ഹുവല്ലാഹു അഹദ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 114 അധ്യായങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ സൂറത്തുൽ ഇഖ്ലാസിനെ ഒരു വേറിട്ട അധ്യായമായി തന്നെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു വാക്കുണ്ട്, എല്ലാ മനുഷ്യന്മാരും നരകത്തിൽ പോകുമെന്നാണ് മൂപ്പര് വിചാരിച്ചിരുന്നത്. അത്രത്തോളം അള്ളാഹു അങ്ങനെ നരകത്തിൽ ഇടുമോ ഇല്ലയോ എന്നുള്ളൊരു ആശങ്ക ഉണ്ടായിരുന്നു. എല്ലാ മനുഷ്യന്മാരെയും നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുമോ? പക്ഷേ സൂറത്തുൽ ഇഖ്ലാസ് ഇറങ്ങിയതോടുകൂടെ അള്ളാഹുവിന് അങ്ങനെ ഒരു ഉദ്ദേശമില്ല എന്ന് എനിക്ക് മനസ്സിലായി. അതായത് സൂറത്തുൽ ഇഖ്ലാസ് കയ്യിലുണ്ടെങ്കിൽ സ്വർഗ്ഗുറപ്പാണെന്നാണ്. ഒരുപാട് മഹത്വങ്ങൾ. 3 തവണ നമ്മൾ ഓതിക്കഴിഞ്ഞാൽ ഖത്മ് തീർത്ത കൂലിയാണ്. അതുകൊണ്ടല്ലേ നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഉസ്താമാരെ വിളിച്ചിട്ട് നമ്മൾ ഉംറക്ക് പോകുമ്പോൾ, ഹജ്ജിന് പോകുമ്പോൾ ഒരാൾ മരിച്ചാൽ അൽ ഫാത്തിഹ വിളിക്കുമ്പോൾ ഇഖ്ലാസ് എത്ര തവണ ഓതും? 3 പ്രാവശ്യം. ഖത്മ് തീർത്ത കൂലി അവർക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് സ്വർഗത്തിലെ ഇഷ്ടപ്പെട്ട വാതിലിലൂടെ കടന്നു പോകാൻ പറ്റും. അത്ര വലിയ അത്ഭുതമല്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് 10 തവണ ഓതിയാൽ 1 കൊട്ടാരം കിട്ടും. 20 തവണ ഓതിയാൽ 2 കൊട്ടാരം കിട്ടും. എവിടെ? സ്വർഗത്തിൽ. 30 തവണ ഓതിയാൽ 30 കൊട്ടാരം കിട്ടും. അപ്പോൾ റളിയല്ലാഹു പറയണം, എന്നാൽ ഞങ്ങൾ ഒരുപാട് ഓതും, എങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കിട്ടും. അള്ളാഹ് തരുന്നവനാണ്. ആര് പറഞ്ഞു? സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ നടന്നു പോവാണ് മുത്തുനബിയോടൊപ്പം. അപ്പോൾ ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതണ കേൾക്കുന്നത്. അള്ളാഹിൻ്റെ ഹബീബ് ഉടനെ പറഞ്ഞു, വജബത്ത്, അവന് നിർബന്ധമായി. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് എന്താണെന്ന് വ്യക്തമായില്ല. ഉടനെ ചോദിക്കുന്നുണ്ട്, വമാ വജബത്ത് യാ റസൂലല്ലാഹ്, എന്താ നബിയെ നിർബന്ധമായത്? അൽ ജന്ന, സ്വർഗ്ഗല്ലാണ്ട് പിന്നെന്താ? സൂറത്തുൽ ഇഖ്ലാസ് ഇഖ്ലാസോടുകൂടെ, തഖ്വയോടുകൂടെ, സ്നേഹത്തോടുകൂടെ അള്ളാനെ പ്രണയിച്ചുകൊണ്ടൊരു മനുഷ്യൻ ഓതിയാൽ അവനെന്താ കിട്ടുക? അവന് കിട്ടുന്നത് സ്വർഗ്ഗമാണ്. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട്, ഉറങ്ങാൻ കിടക്കാൻ നേരത്ത് വലതു ഭാഗം തിരിഞ്ഞ് വലത് കവിളിൻ്റെ താഴെ വലത് കൈവച്ച് ഖിബലയിലേക്ക് തിരിഞ്ഞ് കിടക്കുന്നൊരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് ഓതിയാൽ അവന് വലതു ഭാഗത്തൂടെ സ്വർഗത്തിലേക്ക് പോകാൻ അള്ളാഹു അവസരം തരും. വലതു ഭാഗത്തൂടെ സ്വർഗത്തിലേക്ക് പോകാൻ. യാ അല്ലാഹ്, അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കുന്ന ഒരു മനുഷ്യൻ പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് രക്ഷ നേടും. ദീർഘായുസ് ഉണ്ടാവും അവന്. പെട്ടെന്നുള്ള മരണം, പെട്ടെന്നൊരു അറ്റാക്ക് വന്ന് മരിക്കുക, ആക്സിഡൻറ്റിൽ പെട്ടെന്ന് മരിക്കുക, അങ്ങനെയുള്ള അവസ്ഥകളിൽ നിന്ന് അള്ളാഹു കാക്കും. മറ്റൊന്ന് ദാരിദ്ര്യം. ദാരിദ്ര്യത്തിൽ ഏറ്റവും നല്ലൊരു മരുന്നല്ലേ അല്ലേ? നമ്മൾ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ എന്ത് ചെയ്യണം? സൂറത്തുൽ ഇഖ്ലാസ് 1 തവണ ഓതണം. നമ്മുടെ ദാരിദ്ര്യം നീങ്ങും. 2 ഓതിക്കഴിഞ്ഞാൽ കുടുംബത്തിൻ്റെ ദാരിദ്ര്യം നീങ്ങും. 3 ഓതിക്കഴിഞ്ഞാൽ അയൽവാസികളുടെയും ദാരിദ്ര്യം നീങ്ങും. എന്നാൽ ഞാൻ 3 ഓതൂല, 2 ഓതുള്ളൂ. ആ മനസ്സോടുകൂടി ഓതിക്കഴിഞ്ഞാൽ പഠിച്ചവൻ ദാരിദ്ര്യം ഇട്ടിട്ട് തരും. കാരണം ഒരാൾ നന്നാകണം എന്ന് കരുതിയാൽ നമുക്ക് വർധനവുണ്ടാവും. മറ്റുള്ളവരൊക്കെ അവനൊക്കെ ഇട്ടങ്ങേറായി പോയാൽ മതി, ഞാൻ മാത്രം നന്നാവണമെന്ന് കരുതിയാൽ നമ്മൾ നന്നാവേയില്ല. അപ്പോൾ എന്ത് ചെയ്യണം? വീട്ടിലേക്ക് കയറുമ്പോൾ ഒരു 3 ഇഖ്ലാസ് ഓതിക്കോ. നമ്മളും കുടുംബവും അയൽക്കാരൊക്കെ നന്നാവും. അതിൻ്റെ ബർക്കത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു ഐശ്വര്യവും ബർക്കത്തും എല്ലാം അങ്ങ് ചൊരിഞ്ഞ് വാരിക്കോരി തരുന്നേ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ ചെയ്യൂലേ? പടച്ച റബ്ബ് തൗഫീഖ് നൽകട്ടെ. പിന്നെ സുബ്ഹ് നിസ്കാര ശേഷം നമ്മുടെ നേരത്തെ കുറിനെ കുറിച്ച് പറഞ്ഞു, ഉസ്താദ് വിട്ടുപോയി അവിടുന്ന്. 1 ലക്ഷം അടച്ച് ആദ്യം വരും. ഞാൻ അതിലേക്ക് വരാം. ടെൻഷൻ അടിക്കലേ, മുതലാളി പറ്റിക്കുകയാണോ? ഇല്ല, പറ്റിക്കൂല. കാരണം മുതലാളിയാണ് ഏറ്റിട്ടുള്ളത്. ആ മുതലാളി ആരാണ്? അല്ലാഹു റബ്ബുൽ ആലമീൻ. ഇരിക്കട്ടെ. സുബഹിക്ക് ശേഷം 11 തവണ ഒരു മനുഷ്യൻ ഡെയിലി ഇത് പതിവാക്കുകയാണെങ്കിൽ അന്ന് അവൻ തെറ്റുകളിലേക്ക് പെട്ടുപോകില്ല. അവൻ്റെ ഖൽബിൽ ഈ തെറ്റുകളിൽ നിന്ന് ഒരു മാറി നിൽക്കാനുള്ള പ്രേരണ ഉണ്ടാകുമെന്നത്രേ. അതുപോലെ തന്നെ മറ്റൊരു പ്രത്യേകത ഉണ്ട്. സുബ്ഹ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരാൾ 3 തവണ സൂറത്തുൽ ഇഖ്ലാസ് ഓതി കഴിഞ്ഞാൽ, സിമ്പിളാണ്. ഇതെല്ലാം കൂടെ നീ എത്തിയിട്ട് അപ്പോൾ 11 പഠിച്ചാൽ മതി അല്ലേ? 3 തവണ ഓതിയാൽ മഗ്‌രിബിന് മുമ്പ് വരെ, മഗ്‌രിബ് ആ സമയം വരെ അവന് കണ്ണേറേക്കില്ല, സിഹർ ഫലിക്കില്ല അത്രേ. സുബ്ഹാനല്ലാഹ്. ഇനി സൂറത്തുൽ ഇഖ്ലാസിനെ സ്നേഹിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ ഓതുകയാണെങ്കിൽ, പതിവാക്കുകയാണെങ്കിൽ സ്വർഗം കാണാതെ മരിക്കൂല. മരിക്കാൻ നേരത്ത് സ്വർഗം ഇങ്ങനെ കാണാം, പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുക. ഇതൊക്കെ ശരിക്കും അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പിന്നാലെ നടക്കുന്നവർക്കാണ് ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക കേട്ടോ. അവരൊക്കെ തഴഞ്ഞവർക്ക് എന്ത് ഇഖ്ലാസ്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹ് ഏകനാണ്. അത്രയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഏകത്വം എന്താണ്, ആ വഹദാനിയത്ത് എന്താണ്, ആ തൗഹീദ് എന്താണ്, ആഴങ്ങളിലേക്ക് ഇറങ്ങണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ്, ഇതൊക്കെ അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ പിന്നാലെ നടന്നാലേ കിട്ടുള്ളൂ. അല്ലാതെ ഒന്നും കിട്ടൂല. അല്ലാതൊന്നും കിട്ടൂല. എന്നൊക്കെ വെറുതെ പറയുന്നു, വെറുതെ ബഹളം ഉണ്ടാക്കി ഒച്ചപ്പാടുണ്ടാക്കി തീവ്രവാദികളാകാന്നല്ലാതെ. തൗഹീദ് മനസ്സിലാകണമെങ്കിൽ അള്ളാഹിൻ്റെ ഔലിയാക്കളുടെ പിന്നാലെ നടക്കണം. മറ്റൊരു സംഭവം കാണാം. 40 തവണ ഒരു മനുഷ്യൻ സൂറത്തുൽ ഇഖ്ലാസ് പതിവാക്കി കഴിഞ്ഞാൽ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബ്ബത്ത് അവന് ലഭിക്കും. മുത്തുനബി തങ്ങൾ അവനെ സ്നേഹിക്കും. 40 തവണ ഒരു ദിവസം ഇങ്ങനെ പതിവാക്കുന്ന ഒരു മനുഷ്യനാണെങ്കിൽ മുത്തുനബി അവനെ ചേർത്ത് പിടിക്കും. നാളെ മഹ്ശറയിൽ ഹൗദിൻ്റെ കരയിൽ ചെല്ലുമ്പോൾ ഇന്നാലിനാളെ തിരിച്ചറിയും. എന്തൊരു മഹാഭാഗ്യമാണത് അല്ലേ. മറ്റൊന്ന്, ഇബ്ലീസിനെ വിരട്ടി ഓടിക്കുന്ന സൂറത്താണ് ഇത്ര. ഇബ്ലീസിനെ ഓടിച്ചളയും. മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നിറച്ച് മലക്കുകൾ അവിടെ ഉണ്ടാവും നമുക്ക് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കരിക്കാൻ. മുആവിയ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോൾ, രാജാവായ മുആവിയ റളിയല്ലാഹു അൻഹു അല്ല, ഖലീഫയായവരല്ല, അതിന് മുമ്പുള്ള മുആവിയ എന്ന സ്വഹാബി മരണപ്പെടുമ്പോൾ നിറച്ച് മാലാഖമാരുണ്ട്. ഹബീബായ തങ്ങൾ ചോദിക്കുന്നുണ്ട്, എന്താ ജിബ്രീൽ, എന്താ കാരണം, എന്താ മുആവിയുടെ പ്രത്യേകത എന്താ? നബി എപ്പോഴും സൂറത്തുൽ ഇഖ്ലാസ് ധാരാളം ഓതുന്ന ആളായിരുന്നു. യാ അല്ലാഹ്, നമുക്ക് ആ തൗഫീഖ് കിട്ടണ്ടേ. അതുപോലെ അള്ളാനെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് ഇഖ്ലാസ് അല്ലേ. അള്ളയെ മാത്രം കൊള്ളടോ, മറന്നു നിങ്ങൾ വരികൾ. അള്ളയെ മാത്രം കൊള്ളടോ, മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ. അള്ളയുണ്ടെങ്കിലുണ്ട് സർവ്വതും, ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ. പാമ്പിനെ ഭയക്കുന്ന പോലെ നീ റബ്ബിനെ ഭയക്കണ്ടടോ. ഉപ്പയെ പ്രിയം വെക്കും പോലെ നീ റബ്ബിനെ പ്രിയം വെക്കടോ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതൊക്കെ കിട്ടണമെങ്കിൽ സൂറത്തുൽ ഇഖ്ലാസ് മനസ്സിലാക്കണം. അതേ നേരത്തെ പറഞ്ഞത്, വെറുതെ പരിഭാഷ നോക്കിയിട്ടോ അല്ലെങ്കിൽ മൗലവിമാരുടെ ബഹളം വെക്കലുകളിലൊന്നും ഇഖ്ലാസ് കിട്ടൂല. ഔലിയാക്കളുടെ പിന്നാലെ നടക്കണം, മഹത്തുക്കളിൽ നിന്ന് പഠിക്കണം, സ്വാലിഹീങ്ങളിൽ നിന്ന് തൗഹീദ് പഠിക്കണം. അവർ തൗഹീദിൽ ജീവിച്ചവരാണ്, അള്ളാനെ അറിഞ്ഞവരാണ്, അള്ളാൻ്റെ മാരിഫത്ത് ഉൾക്കൊണ്ടവരാണ്. അവരിൽ നിന്ന് പഠിച്ചാൽ നമുക്ക് ആനന്ദമാണ് സൂറത്തുൽ ഇഖ്ലാസ്. സുബ്ഹാനല്ലാഹ്. ഇനി നമ്മുടെ കുറിയിലേക്ക് വരാം അല്ലേ. നമ്മുടെ പ്ലാൻ, നമ്മുടെ പദ്ധതി, പുതിയ പദ്ധതി. ഈ കൊല്ലം ഇൻഷാ അല്ലാഹ് ഒരു 1-ാം വാർഷികത്തിൽ നിങ്ങൾക്ക് തരുന്ന സമ്മാനമാണ്. എന്താ സമ്മാനം? 1 ലക്ഷം അടക്കാൻ തയ്യാറാണെങ്കിൽ 10 ലക്ഷം തിരിച്ചു തരും. ആര് തിരിച്ചു തരും? അള്ളാഹ് തിരിച്ചു തരും. അപ്പോൾ മൊയ്ലിയാരിക്ക് ഞങ്ങൾ 1 ലക്ഷം രൂപ തരണം, എന്നിട്ട് അള്ളാഹിനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അല്ലേ. മൊയ്ലിയാരിക്കൊന്നും തരണ്ട, ഉസ്താദിനൊന്നും വേണ്ട, എനിക്കൊന്നും വേണ്ട. അതിനെന്താ ചെയ്യേണ്ടത്? 1 ലക്ഷം തവണ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യണം. ഇതെങ്ങടെ കൊണ്ടോണേ? ആഹാ, മൊയ്ലിയാർ പറ്റിക്കായിരുന്നു അല്ലേ? പറ്റിച്ചതല്ല. ദുനിയാവിൽ എത്ര നാൾ ജീവിച്ചിരിക്കും? അതിൽ ഉറപ്പുണ്ടോ? 10 ലക്ഷം രൂപ കയ്യിലേക്ക് കിട്ടി. 1 മാസം വേണോ തീരാനായിട്ട്? എന്തെല്ലാം കടങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട് അല്ലേ, എന്തെല്ലാം ബാധ്യതകൾ. ഒരു വീട് പണിയാൻ പറ്റും 10 ലക്ഷം രൂപക്ക് നിങ്ങൾ ഉദ്ദേശിക്കണത് പോലെ. എന്നാലേ 10 ലക്ഷം സവാബ് ആഖിറത്തിലേക്ക് കിട്ടിയാലോ? ഇവിടെ 1 ലക്ഷം അടച്ചാൽ മതി. എന്തടക്കണം? കുൽഹു അല്ലാഹു അടക്കണം. ആർക്കടക്കണം? അള്ളാഹുവിനടക്കണം. അള്ളാഹ്ക്ക് കൊടുത്താൽ മതി. 1 ലക്ഷം അള്ളാഹ്ക്ക് കൊടുത്താൽ 10 ലക്ഷം അള്ളാഹു തിരിച്ചു തരും. 1-ന് 10 ആയിട്ട് തിരിച്ചു തരും. സുബ്ഹാന. നമുക്കൊന്ന് ഓതാൻ പാടില്ലേ? മരിക്കണതിന് മുമ്പ് ഒന്ന് ഓതി തീർക്കണം എന്നാണ്. ഒറ്റ ദിവസം കൊണ്ടല്ല, മരിക്കണതിന് മുമ്പ് ഓതി തീർക്കണം. 1 ലക്ഷം തവണ ഓതി തീർത്താൽ 10 ലക്ഷം ഏറ്റവും കുറഞ്ഞത്. ബാക്കി ഇങ്ങനെ കിടക്കണം. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത്ര വാരിക്കോരി തരും. ഹബീബായ തങ്ങൾ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ ഖറഅ ഖുൽ ഹുവല്ലാഹു അഹദ് 100,000 മറ, 1 ലക്ഷം തവണ ആരെങ്കിലും ഖുൽ ഹുവല്ലാഹു ഓതിയാൽ ഫഖദ് ഇസ്തറ നഫ്സഹു മിനല്ലാഹ്, അള്ളാഹുവുമായി ഒരു കച്ചവടം പോലെ അല്ലേ. അവൻ്റെ നെഫ്സിനെങ്ങ് തിരിച്ചു വാങ്ങി. അള്ളാഹ്ക്ക് ഒരു വില കൊടുത്തിട്ട്, അള്ളാഹ്ക്ക് ഇഖ്ലാസ് കൊടുത്തിട്ട് അവൻ്റെ നെഫ്സിനെങ്ങ് വാങ്ങി എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു. വനാദ മുനാദിൻ, ആകാശഭൂമികളിലുള്ള മലക്കുകളൊക്കെ വിളിച്ചു പറയും, അല ഇന്ന ഫുലാനൻ അതീഖുല്ലാഹ്, ഇന്നാലിൻ്റെ ആളുണ്ടല്ലോ പടച്ചോനിൽ നിന്ന് മോചനം മേടിച്ച ആളാണ്. എവിടെ? നരകത്തിൽ നിന്ന്. അള്ളാഹുവിൻ്റെ നരകത്തിൽ നിന്ന് മോചനം മേടിച്ച മനുഷ്യനാണിത്. സുബ്ഹാനക യാ റബ്ബ്. മരിക്കണതിന് മുമ്പ് 1 ലക്ഷം തവണ ഓതി തീർക്കണം. ഇനി മരണാസന്നനായ അല്ലെങ്കിൽ മരിച്ചുപോയ ഒരാൾക്ക് വേണ്ടിയിട്ട് 1 ലക്ഷം ഇഖ്ലാസ് നമ്മൾ ഓതുകയാണെങ്കിൽ അയാൾ ആ നിമിഷം അള്ളാഹ് സ്വർഗത്തിൽ കടത്തും. ആ നിമിഷം അള്ളാഹ് സ്വർഗത്തിൽ കടത്തും. എന്തിനേറെ മഹത്തുക്കൾ പറയുന്നുണ്ട്, സൂറത്തുൽ ഇഖ്ലാസ് 1 ലക്ഷം തവണ ഓതിയാൽ വൻപാപങ്ങൾ വരെ കരിഞ്ഞു. ചെറിയ പാപങ്ങളല്ലേ, വൻപാപത്തിന് തൗബ വേണം. എന്നാൽ ഇഖ്ലാസ് സൂറത്ത് 1 ലക്ഷം തവണ ഓതിയത് ഇഖ്ലാസോടെ ആണെങ്കിൽ, വെറുതെ അങ്ങനെ ഓതിപ്പോയിട്ടല്ല, അള്ളാഹിനെ അറിഞ്ഞ് ഓതിക്കഴിഞ്ഞാൽ വൻപാപങ്ങൾ പോലും കരിഞ്ഞു പോകും എന്നുള്ളതാണ്. ഞാൻ ചോദിക്കട്ടെ, ഈ സ്വബാഹുൽ ഖൈറിൻ്റെ 1-ാം വാർഷികത്തിൽ ഇതിനേക്കാൾ എന്ത് സമ്മാനമാണ് ഞാൻ നിങ്ങൾക്ക് തരേണ്ടത്? മൊയ്ലിയാരെ 2 പറയാൻ തോന്നുന്നുണ്ടോ? ഉണ്ടോ? എവിടെ? ഒന്ന് പറയണമെന്നൊക്കെ ഉണ്ട് ഉസ്താദിന്. ഇല്ല, ഈ സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്നവരാണ് നിങ്ങൾ. ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായവരാണ്.
ഹംദ് കൊണ്ട് ജീവിതം മാറി മറിഞ്ഞ ഒരുപാട് ആളുകൾ, അള്ളാനെ തിരിച്ചറിഞ്ഞവർ അല്ലേ, അള്ളാഹുവിൽ നിന്ന് കേവലം കൂലി പ്രതീക്ഷിച്ച് മാത്രം ഇബാദത്ത് ചെയ്തിരുന്ന ഒരുപാട് ആളുകൾ ഇപ്പോൾ അള്ളാഹിനെ സ്നേഹിച്ച് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങി അല്ലേ. ഇതൊക്കെ നമുക്ക് സ്വഭാവലേറുകൊണ്ട് കിട്ടിയതല്ലേ. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് മാത്രമല്ല, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഞാൻ ഈ പറയുന്നത് എൻ്റെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ജീവിതം മാറി. അൽഹംദുലില്ലാ. അല്ല അങ്ങനെയല്ലേ നമ്മൾ പറയുമ്പോൾ ഞാനും മാറണ്ടേ, അല്ലാണ്ട് നിങ്ങൾ മാത്രം മാറി ഞാൻ അങ്ങനെ തന്നെ കിടക്കുകയാണെങ്കിൽ എന്നെ പിന്നെ എന്തിനു കൊള്ളാം. നമ്മൾ ഒരുമിച്ച്, നമ്മളൊരു കുടുംബമല്ലേ, നമ്മൾ ഒരുമിച്ച് മുന്നേറണം. അല്ലാഹു അതിന് തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ സമ്മാനം ഇഷ്ടമായോ? കുറി എല്ലാവരും ചേരൂലേ? എല്ലാവരും ചേരൂലേ? ഈ പദ്ധതിയിൽ എല്ലാവരും ചേരണം കേട്ടോ. ഇത് പൊട്ടുന്ന പദ്ധതിയല്ല, കാരണം ഇത് അള്ളാൻ്റെ പദ്ധതിയാണ്. ഒരിക്കലും പൊളിയില്ല, ഇടയ്ക്ക് വെച്ച് മുക്കില്ല കേട്ടോ. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാണ്. ഇന്ന് നമ്മളൊരു പദ്ധതി പ്രഖ്യാപിക്കാൻ, അത് ആഖിറത്തിലല്ല, ദുനിയാവിൽ. നമുക്ക് ആഖിറത്തിൽ ഒരു വീട് കിട്ടാനായിട്ട് ദുനിയാവിൽ നമ്മളൊരു വീട് പ്രഖ്യാപിക്കാൻ. ഇന്ന് മഹാനായ സയ്യിദി അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടിൻ്റെ ദിവസമാണ്. വെള്ളിയാഴ്ച ദിവസം കൂടെ ഒരുമിച്ച് വന്നു. ഇന്ന് എന്തൊക്കെ നമുക്ക് ഒരുമിച്ച് വന്നേക്കണം അല്ലേ? സ്വഭാവൽ ഖൈറിൻ്റെ 1-ാം വാർഷികം, പിന്നെ വെള്ളിയാഴ്ച ദിവസം സയ്യിദി അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ട് ദിവസവും. യാ റബ്ബനാ, ഇതൊക്കെ വല്ലാത്തൊരു നിമിത്തമായിട്ട് തോന്നാൻ. അള്ളാഹുവെങ്കിൽ നമുക്ക് പടച്ചറബ് ഒരു സ്വീകാര്യത തന്നിരുന്നെങ്കിൽ എന്ന ആഗ്രഹത്തിന് ഒരു നല്ല നിലക്ക് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ് റബ്ബ് തആല തന്നിട്ടുള്ളത്. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. മഹാനായ സയ്യിദി അഹമ്മദ് അൽ കബീർ റിഫായി തങ്ങളുടെ മദദ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അലൈഹി തവക്കലു. മഹാനായ സയ്യിദി അഹമ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിൻ്റെ ആണ്ടിൻ്റെ ദിവസമായി ഇന്ന് അവിടുന്ന് ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച മഹാനാണ്. നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. അവരിലേക്ക് നമുക്കൊരു വീട് ഇൻഷാ അല്ലാഹ് നിർമ്മിച്ചു കൊടുക്കണം. സ്വബാഹുൽ ഖൈർ, നമ്മുടെ വീടിൻ്റെ പേരെന്തായിരുന്നു നമ്മൾ മുമ്പിട്ടത്? ബൈത്തുൽ ഖൈർ ഇല്ലേ, നന്മയുടെ ഭവനം. കൊടുക്കണ്ടേ നമുക്ക്? ഇപ്പോൾ ഹിജ്റ വർഷം ഏതാണിത്? ഏതാണ് മറന്നുപോയോ? ജമാദുൽ അവ്വലാണ് അല്ലേ? അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് ദുൽഹജ്ജിന് മുൻപ് അതിനുള്ള പരിപാടികളൊക്കെ തീർക്കണം. റമദാൻ വരുന്ന ആ സമയത്തൊക്കെ നമുക്ക് നന്നായി ഇറങ്ങണം. നമ്മുടെ കൂട്ടത്തിൽ പ്രയാസം അനുഭവിക്കുന്ന ഒരാളെ നമുക്ക് കണ്ടെത്തണം. അൽഹംദുലില്ലാ, കഴിഞ്ഞ മുഹറത്തിൽ വളരെ പെട്ടെന്ന് തന്നെ ഒരു പാവപ്പെട്ട ഉസ്താദിന് നമ്മൾ 4 സെൻറ്റ് സ്ഥലം വാങ്ങിക്കൊടുത്തു. യാ റബ്ബി, അവസാനം പേര് വെളിപ്പെടുത്താത്തത് അറിയപ്പെടുന്നൊരു മനുഷ്യനാണ് അദ്ദേഹം. വളരെ സങ്കടത്തോടെ അപേക്ഷിച്ചൊരു വിഷയമാണത്. സങ്കടത്തോടെ പറഞ്ഞു, ഉസ്താദ് എന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി ചെയ്യാൻ പറ്റുമോ? നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങളത് ഏറ്റെടുത്തു. അൽഹംദുലില്ലാ, അദ്ദേഹത്തിന് നമ്മൾ ഹദിയ ചെയ്തു. അദ്ദേഹത്തിൻ്റെ ദുആ നമുക്കുണ്ട്. അങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളിലേക്ക് ഹദിയകൾ നമുക്ക് കൊടുക്കാൻ പറ്റി. ഇടയ്ക്ക് ഗോൾഡ് കോയിൻ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 11,000 രൂപ സമ്മാനം ഇൻഷാ അല്ലാഹ് അതിന്ന് പ്രഖ്യാപിക്കുന്നില്ല. എല്ലാം കൂടെ ഇന്ന് വേണ്ടല്ലോ, എല്ലാ സമ്മാനം കൊടുത്താൽ നിങ്ങൾ താങ്ങൂല. ഇൻഷാ അല്ലാഹ് നമുക്ക് തിങ്കളാഴ്ച ദിവസം രാവിലെ, ഏറ്റവും നല്ലൊരു ദിവസമാണല്ലോ, രാവിലെ നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് നമുക്ക് വിജയിയെ പ്രഖ്യാപിക്കുക കൂടെ വേണം. അപ്പോൾ സ്വബാഹുൽ ഖൈർ ഒരു കുടുംബമായി ഏറ്റെടുക്കണം കേട്ടോ. സ്വബാഹുൽ ഖൈറിൻ്റെ കുടുംബാംഗങ്ങൾ ഒരാളും ഈ വീഡിയോ ഷെയർ ചെയ്യാതെ പോയത് എല്ലാവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. നമ്മുടെ ജീവിതം മാറ്റിമറിക്കുന്ന മനോഹരമായ സദസ്സല്ലേ. അള്ളാഹു അത് ആസ്വദിക്കാൻ, അവൻ്റെ ഹംദ് പറഞ്ഞുകൊണ്ട് അത് ആസ്വദിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ച ചോദ്യം എന്താണ്? മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ ശത്രു ആരാണ്? അതാരാ? നമ്മുടെ ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി അല്ലേ, ഫിർഔനാണ്. എന്നാൽ ഇന്നത്തെ ചോദ്യം, ഫിർഔൻ നരകത്തിലാണെന്ന് ഉറപ്പല്ലേ? എന്നാൽ ഫിർഔനിൻ്റെ ഭാര്യ സ്വർഗത്തിലാണ്. ആരാണ് ആ മഹദി? അവരുടെ പേര് കമൻറ്റ് ചെയ്യുക. അള്ളാഹു റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഖൈറും ബർക്കത്തും നൽകട്ടെ. അപ്പോൾ ഇന്ന് റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിൻ്റെ ആണ്ടിൻ്റെ ദിവസമല്ലേ, നമുക്കിന്ന് രാവിലെ 10 മണിക്കൊന്ന് ഒരുമിച്ച് വിടണം. എല്ലാം റെഡിയല്ലേ? 10 മണിക്കൊരു വീഡിയോ ഉണ്ടാവും. റിഫായി ഷെയ്ഖ് റളിയല്ലാഹുവിനെ കുറിച്ച്, അവിടുത്തെ ബർക്കത്തിന് വേണ്ടി 2 വാക്ക് പറയണം, അവിടുത്തെ പേരിലൊരു ഫാത്തിഹ ഓതണം, അവിടുത്തെ മദദ് ലഭിക്കാൻ കാരണമാകണം ഇല്ലേ. അതിനൊക്കെ നമുക്ക് തൗഫീഖ് അള്ളാഹുവിൽ നിന്ന് വേണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ഒരുമിക്കാം. 10 മണിക്ക് എല്ലാവരും ഉണ്ടാവണം കേട്ടോ, മുങ്ങരുതേ, എല്ലാവരും ഉണ്ടാവണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ പതിവായി ചൊല്ലുന്നത് സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി.
സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. ഈ പതിവായി ചൊല്ലുന്ന ദിക്റെന്നും പറഞ്ഞ് നമ്മൾ ഡെയിലി ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, നമ്മളറിയാതെ നമ്മുടെ അക്കൗണ്ടിലേക്ക് കോടാനുകോടി നന്മകൾ കൊണ്ടുവരികയാണ്. എല്ലാ ദിക്റിൻ്റെയും പ്രതിഫലം, കോടിക്കണക്കിന് ദിക്റിൻ്റെ പ്രതിഫലം ഉണ്ടെന്നാണ് മുത്തുനബി തങ്ങൾ പറഞ്ഞത്. ഈ ദിക്റ് പറഞ്ഞു കൊടുത്തപ്പോൾ നമ്മളറിയണില്ല, നമ്മൾ പതിവായി ചൊല്ലുന്ന ദിക്ർ നിലയ്ക്ക് ഇങ്ങനെ ചൊല്ലി പോവാണ്. പക്ഷേ നമ്മുടെ അക്കൗണ്ട് ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നിലനിർത്തുമാറാകട്ടെ. ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാ സങ്കടങ്ങളും അള്ളാഹു നീക്കി തരട്ടെ, എല്ലാ പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരട്ടെ മനസ്സറിഞ്ഞ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. അർഹമുർറാഹിമായ കരുണക്കടലായ റബ്ബേ, നിന്നോടെങ്ങനെ നന്ദി പറയണമെന്ന് ഞങ്ങൾക്കറിയില്ല റഹ്മാനെ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഈ സ്വബാഹുൽ ഖൈർ തുടങ്ങുമ്പോൾ ഇതൊരു കൊല്ലം പൂർത്തീകരിക്കുമെന്ന ചിന്തയൊന്നും ഞങ്ങൾക്കില്ല. അല്ലാഹ്, നീയാണ് ഇതെത്തിച്ചു തന്നവൻ റഹ്മാനെ. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ഈ കൂട്ടായ്മയെ നീ സ്വീകരിക്കണേ അല്ലാഹ്, നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. നിനക്ക് ഹംദ് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഓരോ ദിവസവും തുടങ്ങുന്നത്. ആ ബോധ്യത്തിൽ ജീവിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഒരുപാട് സങ്കടങ്ങളുണ്ട്, നീ അകറ്റണേ അല്ലാഹ്. നിന്നെ അറിയാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഇഖ്ലാസ് തരണേ അല്ലാഹ്, തഖ്വ തരണേ അല്ലാഹ്. യാ റബ്ബന, നീ എല്ലാതൊരു തുണയില്ല റഹ്മാനെ. മഹാനായ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ മദദ് തരണേ അല്ലാഹ്. അവിടുത്തെ നുസ്റ നൽകണേ അല്ലാഹ്. ഒരുപാട് രോഗികളുണ്ട്, ശിഫ നൽകണേ അല്ലാഹ്. ഹോസ്പിറ്റലുകളിലാണ് പലരും, ആജിലായ സൗഖ്യം നൽകണേ അല്ലാഹ്. മാറാരോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കല്ല അല്ലാഹ്. മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ എല്ലാം നീ എളുപ്പാക്കി കൊടുക്കണേ അല്ലാഹ്. ഉള്ള മക്കളെ സ്വാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. പഠനങ്ങളിൽ പുരോഗതി നൽകണേ അല്ലാഹ്. നിൻ്റെ ഔലിയാക്കളുടെ കാവലേകണേ തമ്പുരാനെ. തൊഴിലുകളിൽ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ്. കടങ്ങൾ ഏറ്റെടുക്കണേ അല്ലാഹ്. ഒരുപാട് പ്രവാസി സഹോദരങ്ങളുണ്ട്, ജീവിതത്തിൽ ബറക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. പടച്ചവനെ ഒരുപാട് ഗർഭിണികൾ സുഖപ്രസവം നൽകണേ അല്ലാഹ്. അബോഷനായി പോയവരുണ്ട്, സ്വാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകണേ അല്ലാഹ്. സിഹറുകൾ, കണ്ണേറുകൾ മഹാനായ സയ്യിദി അഹ്മദ് അൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിൻ്റെ ബറക്കത്ത് കൊണ്ട് ബാത്തിലാക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ പലരും ഖബറിലാണ്. ഈ സദസ്സിൻ്റെ ബറക്കത്ത് കൊണ്ട് അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ പെട്ടെന്ന് വിളിക്കല്ലേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞവരെയും അഷ്റഫുൽ ഖൽഖായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം റിഫാഇ ശൈഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ സാന്നിധ്യത്തിലായി നിൻ്റെ കാരുണ്യം കൊണ്ട് സ്വർഗീയ ലോകത്തൊരുമിപ്പിക്കണേ അല്ലാഹ്. ഈ സ്വബാഹുൽ ഖൈറിനെ സ്നേഹിക്കുന്നവർ, ഒരാളിലേക്കെങ്കിലും ഇത് എത്തിച്ചു കൊടുക്കുന്നവർ, ഒരാളെയെങ്കിലും ഈ സദസ്സിൽ പങ്കെടുപ്പിക്കുന്നവർ, അവരെ നീ അങ്ങ് ചേർത്ത് പിടിക്കണേ അല്ലാഹ്. നീ കൈവെടിയല്ലേ അല്ലാഹ്. എത്ര ഹംദ് പറഞ്ഞിട്ടും കൊതി തീരുന്നില്ല റഹ്മാനെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. നിത്യമാക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ബിഹഖി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.